നമസ്കാരം, വെൽക്കം ടു പിറ്റ് സ്റ്റോപ്പ്. എല്ലാവരും സേഫ് ആണെന്ന് പ്രതീക്ഷിക്കുന്നു. സോ എൻ്റെ പുറകിൽ കാണുന്ന രണ്ട് കാർസ് ശരിക്കും പറഞ്ഞാൽ ഇത് ഏട്ടനും ഇത് അനിയനുമാണ്, അങ്ങനെ തന്നെ പറയണം. കാരണം ഹ്യുണ്ടായി വെന്യൂവിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു കാറാണ് കിയ സോണറ്റ്. സോണറ്റിൽ ഒരുപാട് ഡിസൈൻ വൈസ് ആണെങ്കിലും ഫീച്ചർ വൈസ് ആണെങ്കിലും ഒരുപാട് പുതിയ കാര്യങ്ങൾ വരുന്നുണ്ട്. സോ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സോണറ്റിൻ്റെ റിവ്യൂ നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. സോ കിയ സോണറ്റുമായിട്ട് അല്ലെങ്കിൽ ഹ്യുണ്ടായി വെന്യൂ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു SUV ഈ സെഗ്മെൻറ്റിൽ തന്നെ അവൈലബിൾ ആണ്. ആ SUV ആയിട്ടാണ് നമ്മൾ ഈ കാർസ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് കമ്പയർ ചെയ്യാൻ പോകുന്നത്. കാരണം ഒരുപാട് ടെക്നിക്കലി അല്ലെങ്കിൽ ടെക് ലോഡഡ് കാർസാണ് കിയ സോണറ്റും ഹ്യുണ്ടായി വെന്യൂവും. പക്ഷേ ഈ കാണുന്ന ടാറ്റ നെക്സോൺ ഇത് ഭയങ്കര റോബസ്റ്റ് ബിൽഡ് ക്വാളിറ്റി, അതുപോലെ പെർഫോമൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു അടിപൊളി കാറാണ് എന്ന് തന്നെ പറയണം. നമുക്ക് എല്ലാവർക്കും അറിയാം 5 സ്റ്റാർ റേറ്റിംഗ് ആണ് കിട്ടിയിട്ടുള്ളത് ടാറ്റ നെക്സോണിന്. സോ സേഫ്റ്റി വൈസ് നോക്കുകയാണെങ്കിലും അടിപൊളി ഒരു കാറാണ് ടാറ്റ നെക്സോൺ. സോ ശരിക്കും പറഞ്ഞാൽ കിയ സോണറ്റ് ശരിക്കും പറഞ്ഞാൽ ബെസ്റ്റ് SUV ഇൻ ദ സെഗ്മെൻറ്റ് എന്ന് തന്നെ പറയണം. ആ ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റൊരു കാറേ ഉള്ളൂ ഈ സെഗ്മെൻറ്റിൽ എൻ്റെ അഭിപ്രായത്തിൽ കേട്ടോ. അത് ടാറ്റയുടെ നെക്സോൺ ആണ്. സോ BS6 വേരിയൻറ്റിൽ വന്നിട്ടുള്ള നെക്സോണിൽ ഒരുപാട് പുതിയ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. സോ ഈ കിയ സോണറ്റുമായിട്ട് നമ്മൾ ടാറ്റ നെക്സോണിൻ്റെ ഒരു പ്രോപ്പർ കമ്പാരിസനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഹ്യുണ്ടായി വെന്യൂവും കിയ സോണറ്റുമായിട്ടുള്ള കമ്പാരിസൺ ഓൾറെഡി നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങളതൊന്ന് നോക്കുക. സോ ഈ രണ്ട് ഡീസൽ ജയൻസുമായിട്ടാണ് നമ്മൾ ഇന്ന് കമ്പയർ ചെയ്യാൻ പോകുന്നത്. ഇതിൽ വരുന്ന 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. നെക്സോണിൽ വരുന്നത് ഇത് ഒരു മാനുവൽ വേരിയൻ്റ് ആണ്. സോ ഈ രണ്ട് വെഹിക്കിൾസുടെ ഒരു പ്രോപ്പർ ക്വിക്ക് കമ്പാരിസൺ നമുക്കൊന്ന് നോക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജസ് കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. സോ നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റ്സും വരുന്നതായിരിക്കും. സോ ഈ 3 കാറുമായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സോണറ്റിൻ്റെയും വെന്യൂവിൻ്റെയും ഡൈമെൻഷൻസ് മോർ ഓർ ലെസ് ദ സെയിം ആണ്. പക്ഷേ നമ്മൾ ടാറ്റ നെക്സോണും സോണറ്റുമായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലെങ്ത്തും ഹൈറ്റും ഒക്കെ, ഹൈറ്റ് ശരിക്കും പറഞ്ഞാൽ സോണറ്റാ കൂടുതൽ. അത് ഈ ഒരു ടോൾ ബോയ് ഡിസൈൻ ആയതുകൊണ്ടാണ്. ലെങ്ത്തിലും ചെറിയൊരു 2 mm കൂടുതൽ സോണറ്റിനാണ് വരുന്നത്. പക്ഷേ വിഡ്ത്തിൽ കൂടുതൽ വരുന്നത് ടാറ്റ നെക്സോൺ ആണ്. നെക്സോണിൻ്റെ വിഡ്ത്താണ് സോണറ്റിൻ്റെ വിഡ്ത്തിനേക്കാളും കൂടുതൽ. വിഡ്ത്തിൽ കൂടുതൽ വരുന്നത് കൊണ്ടാണ് ഇൻറ്റീരിയറിൽ കുറച്ച് ചേഞ്ചസ് വരുന്നത് സ്പേസിൻ്റെ കാര്യത്തിൽ. അത് ഉള്ളിലോട്ട് പോകുമ്പോൾ പറഞ്ഞുതരാം. പുറമേ നിന്നുള്ള ഒരു ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ടാറ്റ നെക്സോണിന് കുറച്ചൊരു എന്താ പറയുക, ഒരു റോബസ്റ്റ് ആയിട്ടുള്ള ഡിസൈനാണ്. ഇത് കുറച്ച് മോഡേൺ ആണെന്ന് പറയാം. ഇതിൽ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഗ്രില്ല വരുന്നത്, LED DRLs വരുന്നുണ്ട്, പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് വരുന്നുണ്ട് നെക്സോണിൽ. ഇതിൽ വന്നിട്ട് LED ഹെഡ് ലാംപ്സ് വരുന്നുണ്ട്. ടോപ്പ് വേരിയൻറ്റിൽ LED DRLസും വരുന്നുണ്ട്. ഇത് GT ട്രിം എന്ന് പറയുന്ന, GT ലൈൻ എന്ന് പറയുന്ന ഒരു വേരിയൻറ്റിലാണ് കിയ സോണറ്റ് അവൈലബിൾ. ടെക് ലൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു നോർമൽ വേരിയൻറ്റിലും അവൈലബിൾ ആണ്. സോ GT ലൈൻ ആയത് കാരണം അതിൽ കുറച്ച് സ്പോർട്ടി ഫിനിഷസും കാര്യങ്ങളൊക്കെ കാണും. നെക്സോൺ ഒരു എന്താ പറയുക, വേരിയൻസിലെ വ്യത്യാസം, അല്ലാതെ സ്പോർട്ട് റൂം അങ്ങനെ പറഞ്ഞിട്ടൊന്നും സെപ്പറേറ്റ് ആയിട്ട് അവൈലബിൾ അല്ല. സോ നെക്സോണിൻ്റെ ലുക്ക് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ എന്താ പറയുക, ഒരുപാട് ക്ലട്ടർ ഇല്ലാത്ത ഒരു ഡീസൻറ്റ് ലുക്കിംഗ് SUV ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടാറ്റ നെക്സോൺ ആണ്. കുറച്ചുകൂടെ സ്പോർട്ടി ആയിട്ടുള്ളൊരു ലുക്കിംഗ് SUV ഏതാണെന്ന് ചോദിച്ചാൽ കിയയുടെ സോണറ്റാണ്. ഇതാണ് എക്സ്റ്റീരിയറിൽ വരുന്ന കാര്യങ്ങൾ. കാരണം ഇതിൽ ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. പക്ഷേ ടാറ്റ നെക്സോണിൽ ഫ്രണ്ടിൽ പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നില്ല. ഫോഗ് ലാംപ്സ് വരുന്നുണ്ട്. അതുപോലെ ഭയങ്കര റോബസ്റ്റ് ആയിട്ടുള്ള ബിൽഡ് ക്വാളിറ്റിയാണ്. വെറുതെ അല്ല 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെഹിക്കിളിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ട് ഡോറൊന്ന് അടച്ചു നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും ആ ബിൽഡ് ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അതാണ് നെക്സോണിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. പിന്നെ പുതിയ ഈ പിയാനോ ബ്ലാക്ക് ഫിനിഷോട് കൂടിയിട്ട് കുറച്ചുകൂടെ ഒരു മോഡേൺ ലുക്കിംഗ് കാറായിട്ട് മാറി ടാറ്റയുടെ നെക്സോൺ. സൈഡ് പ്രൊഫൈലിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നല്ല സ്റ്റൈലിഷ് ലുക്കിംഗ് അലോയ് വീൽസ് വരുന്നുണ്ട് കിയയുടെ സോണറ്റിൽ. അത് തന്നെ ടാറ്റ നെക്സോണിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്ലാസിക് ആയിട്ടുള്ളൊരു ഡിസൈനിലുള്ള അലോയ് വീൽസാണ് വരുന്നത്. അതുപോലെ സൈഡ് ബീഡിങ് വരുന്നുണ്ട്. ഒരു കൂപ്പേ ലൈക്ക് റൂഫ് ലൈനാണ് ടാറ്റ നെക്സോണിന് വരുന്നത്. പക്ഷേ സോണറ്റിൻ്റെ ഒരു ടോൾ ബോയ് ഡിസൈൻ ആയത് കാരണം നമുക്ക് കൂപ്പേ ലൈക്ക് ഡിസൈൻ അല്ല വരുന്നത്. കറക്റ്റ് ഒരു ബോക്സ് SUV പ്രോപ്പർ ഒരു ബോക്സി സ്റ്റൈൽ തന്നെയാണ് വരുന്നത്. പിന്നെ സൈഡിലും ഇത് GT ലൈൻ ആയത് കാരണം റെഡ് ആക്സെൻസ് വരുന്നുണ്ട്. ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രോം ഡോർ ഹാൻഡിൽസ് അവൈലബിൾ ആണ് സോണറ്റിൽ, ടോപ്പ് ട്രിമിൽ. അതിൽ ബോഡി കളർ ഡോർ ഹാൻഡിൽസ് തന്നെയാണ് വരുന്നത്. സോ ബാക്ക് വ്യൂവിൽ വരുമ്പോൾ ബാക്ക് വ്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെയാണ് LED ടെയിൽ ലാംപ്സ് വരുന്നത്. ഇതിൽ വന്നിട്ട് ട്രൈ ഷേപ്പിലുള്ള ഒരു LED ടെയിൽ ലാംപ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നെക്സോണിൻ്റെ ബാക്കിൽ വീണ്ടും ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് വരുന്നുണ്ട്. റിയർ വ്യൂ ക്യാമറ വരുന്നുണ്ട്. റിയർ വൈപ്പർ വരുന്നുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. ഇതിൽ ബൂട്ട് സ്പേസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെക്സോണിൽ വരുന്ന ബൂട്ട് സ്പേസ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 350 ലിറ്റേഴ്സ് ബൂട്ട് സ്പേസാണ് വരുന്നത്. ഒരു കോമ്പാക്റ്റ് ബൂട്ടാണ്. അതിൽ നമുക്ക് ഒരു
എന്താ പറയുക പ്രോപ്പർ സ്പേസ് സേവർ അല്ലാത്ത ഒരു സ്പെയർ വീല് കൂടെ വരുന്നുണ്ട് നെക്സോണിൽ. അത് തന്നെ നമ്മൾ കിയ സോണറ്റിൽ നോക്കിക്കഴിഞ്ഞു എന്ന് വെച്ചാൽ കിയ സോണറ്റിൽ ബെസ്റ്റ് ഇൻ ക്ലാസ് ബൂട്ട് സ്പേസ് അവൈലബിൾ ആണ്. ബെസ്റ്റ് ഇൻ ക്ലാസ് എന്ന് പറയുമ്പോൾ 392 ലിറ്റേഴ്സ് ബൂട്ട് സ്പേസ് ആണ് അവൈലബിൾ. കുറച്ച് ഡീസൻ്റ് ആയിട്ടുള്ളൊരു ബൂട്ടാണ്. ഇതൊക്കെയാണ് എക്സ്റ്റീരിയറിൽ വരുന്ന കാര്യങ്ങൾ. ഓവറോൾ കിയയുടെ കാറുകൾ എപ്പോഴും കുറച്ച് ഓവർ ഫീച്ചർ ലോഡഡ് ആയിരിക്കും. സോ ആ ഫീച്ചർ ലോഡഡ് കാറുകളുമായിട്ട് കമ്പീറ്റ് ചെയ്യാൻ കഴിവുള്ള കോമ്പാക്ട് SUV സെഗ്മെൻറ്റിൽ ഒരൊറ്റ ഒരു കാറേ ഉള്ളൂ, ടാറ്റ നെക്സോൺ. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ പെർഫോമൻസും അതിൻ്റെ റോബസ്റ്റ് ബിൽഡ് ക്വാളിറ്റിയും കൊണ്ടാണ്. സോ ഇതിൻ്റെ എക്സ്റ്റീരിയർ വിഷ്വൽസ് ഇത്രയൊക്കെ ഉള്ളത്. സോ സോണറ്റും വെന്യൂവായിട്ട് ഞാനൊരു കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നെക്സോണും സോണറ്റുമായിട്ട് വെന്യൂവായിട്ട് നേരത്തെ കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിലെനിക്ക് തോന്നിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെന്യൂ ഭയങ്കര കോമ്പാക്റ്റ് ആണ്. സോണറ്റും അതേ ഒരു പ്ലാറ്റ്ഫോമിലായത് കാരണം അതേ ഒരു കോമ്പാക്ട്നെസ് നമുക്ക് ഫീൽ ചെയ്യും, എസ്പെഷ്യലി റിയർ സീറ്റിലിരിക്കുമ്പോൾ. അത് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ഉള്ളിലോട്ട് കയറിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, നമ്മളിപ്പോൾ സോണറ്റിൻ്റെ ഇൻറ്റീരിയേഴ്സിലാണ്. സോണറ്റിൻ്റെ ഇൻറ്റീരിയേഴ്സ് പറയാതിരിക്കാൻ വയ്യ. ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈനാണ്. അതുപോലെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട് ഇതിൽ. ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഭയങ്കരമായിട്ട് കാണാൻ പറ്റും. ഫിറ്റ് ആൻഡ് ഫിനിഷാണ് അടിപൊളിയായിട്ട് പറയാനുള്ള വേറൊരു കാര്യം. പിന്നെ ഇതിൽ സെഗ്മെൻറ്റ് ബെസ്റ്റ് ഫീച്ചറായിട്ട് 10.25 ഇഞ്ച് HD ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് വരുന്നത്. കുറച്ച് നീറ്റായിട്ടുണ്ട് കാണാനായിട്ട്. സ്റ്റിയറിംഗിൽ റെഡ് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇതിൻ്റെ ഫീച്ചർ വൈസ് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ സ്ക്രീനാണ് വലിയൊരു ഹൈലൈറ്റ്. അതുപോലെ തന്നെ വയർലെസ് ചാർജിങ് ഓപ്ഷനാണ് വിത്ത് കൂളിംഗ് ഓപ്ഷനോട് കൂടിയിട്ട് അവൈലബിൾ ആണ്. വേൾഡ്സ് ഫസ്റ്റ് ഒരു വൈറസ് പ്രൊട്ടക്ഷൻ ഹെയർ പ്യൂരിഫയർ അവൈലബിൾ ആണ് കിയ സോണറ്റിൽ. ഇതൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് വരുന്ന ഫീച്ചേഴ്സ്. അതുപോലെ തന്നെ സൺറൂഫും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇത് ടോപ്പ് ട്രിം ആയത് കാരണം മാത്രം ഇതിൽ എയർ കൂളേഴ്സ് വരുന്നുണ്ട് ഫ്രണ്ട് ഡ്രൈവർ സീറ്റിലും പാസഞ്ചർ സീറ്റിലും. വെഹിക്കിളിൽ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഹ്യുണ്ടായി വെന്യൂവിൻ്റെ പ്ലാറ്റ്ഫോം ആണെങ്കിൽ പോലും വെന്യൂവിനേക്കാളും ഒരു പൊടിക്ക് കൂടുതൽ സ്പേസ് സോണറ്റിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി നമുക്ക് ടാറ്റ നെക്സോണിൻ്റെ ഫ്രണ്ട് റോ എങ്ങനെയാണെന്ന് കൂടെ നോക്കാം. നെക്സോണിൻ്റെ ഇൻറ്റീരിയറിലാണ് ഉള്ളത്. സോ ഓക്കെ, കിയ സോണറ്റിൻ്റെ നെക്സോണിലോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ഡോർ ക്ലോസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒരു ബിൽഡ് ക്വാളിറ്റി എനിക്ക് നെക്സോണിലാണ് ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഡോറിനൊരു വെയിറ്റ്, മേ ബി അതുകൊണ്ടായിരിക്കും ഇത് 5 സ്റ്റാർ. അതല്ലെങ്കിൽ എൻ്റെ ഒരു തോട്ട് കൊണ്ടായിരിക്കും മേ ബി ഇത് കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ളൊരു കാറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓഫ് കോഴ്സ് കിയ സോണറ്റിൽ നമുക്ക് 6 എയർ ബാഗ്സ് വരുന്നുണ്ട്. ഇതിൽ 2 എയർ ബാഗ്സ് ആണ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നത്. ഇതിലെല്ലാ രീതിയിലുള്ള ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ എന്നീ പറയുന്ന സേഫ്റ്റി ഫീച്ചേഴ്സൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ സ്റ്റിൽ എനിക്ക് സോണറ്റിനേക്കാളും കുറച്ചുകൂടെ കോൺഫിഡൻസ് വരുന്നത് ഇതിൻ്റെ ഇൻറ്റീരിയറിൽ ഇരിക്കുമ്പോഴാണ്. അതുപോലെ തന്നെ ഇൻറ്റീരിയർ ഇതിൻ്റെ ഭയങ്കര സ്പേഷ്യസ് ആണ്. ഹെഡ് റൂം മാത്രം ചെറിയൊരു കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. കാരണം സോണറ്റിൽ ടോൾ ബോയ് ഡിസൈൻ ചെയ്ത കാരണം കുറച്ച് കൂടുതൽ ഹെഡ് റൂം വരുന്നുണ്ട്. അതുപോലെ തന്നെ സോണറ്റിൽ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇതൊരു സിമ്പിൾ ഡാഷ് ബോർഡ് ലേഔട്ടാണ് ഇതിൽ വരുന്നത്. ചെറിയൊരു ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. മൊബൈൽ കണക്ടിവിറ്റി, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം അവൈലബിൾ ആണ്. അതുപോലെ ഈ ഒരു ഡിസൈൻ ആണെങ്കിലും ക്യാബിൻ ലേഔട്ടൊക്കെ വളരെ നീറ്റായിട്ടാണ് ടാറ്റ മോട്ടോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ മാത്രം നേരത്തെ പഴയ നെക്സോണിൽ വന്ന അനലോഗ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആയിരുന്നു ബെറ്റർ. ഇതിനേക്കാളും ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീല് വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസും വരുന്നുണ്ട്. ഇതൊക്കെയാണ് ടാറ്റ നെക്സോണിൻ്റെ ഫ്രണ്ട് റോനെ കുറിച്ച് പറയാനുള്ളത്. സൺറൂഫും കൂടെ വരുന്നുണ്ട് കേട്ടോ. ഹാൻഡ് റെസ്റ്റിൻ്റെ താഴെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സ്പേസ്. പക്ഷേ ഒരു മെയിൻ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോണറ്റിനേക്കാളും ഇത് സ്പേഷ്യസ് ആയിട്ട് തോന്നുന്നു. സോണറ്റിനേക്കാളും കുറച്ചുകൂടെ റോബസ്റ്റ് ബിൽഡ് ക്വാളിറ്റി ആണെന്ന് തോന്നാൻ ഒരൊറ്റൊരു കാര്യം ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഡോർ ക്ലോസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ സോണറ്റിൽ വരുന്ന അതേ ഫീച്ചർ ഇതിലും വരുന്നുണ്ട്. അംബ്രല ഹോൾഡേഴ്സ്, അത് ടാറ്റ നെക്സോണിൽ വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ടാറ്റ നെക്സോണിൻ്റെ ഫ്രണ്ട് റോനെ കുറിച്ച് പറയാനുള്ളത്. നമുക്കിനി ബാക്ക് റോയും കൂടെ ഒന്ന് കമ്പയർ ചെയ്യാം. Second row of the Kia Sonet. സോണറ്റിൻ്റെ സെക്കൻഡ് റോയിൽ കയറുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഫീൽ ചെയ്യുന്നത് ഹെഡ് റൂം ഡീസൻറ്റ് ഹെഡ് റൂമാണ് വരുന്നത്. സീറ്റ്സ് കംഫർട്ടബിൾ ആണ്, ഞാൻ പറഞ്ഞില്ല പ്ലഷ് സീറ്റ്സാണ് വരുന്നത്. അതുകൊണ്ട് ട്രാവൽ ചെയ്യാൻ കംഫർട്ടബിൾ ആണ്. പക്ഷേ ഒരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെഗ് റൂം കുറച്ച് ടൈറ്റാണ്. ഈ ഒരു പ്രശ്നം സോണറ്റിൽ എനിക്ക് ഫീൽ ചെയ്യുന്നു. അതേ പ്രശ്നം ഞാൻ ഹ്യുണ്ടായി വെന്യൂവിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് നെക്സോണായിട്ട് കമ്പയർ ചെയ്യാം എത്ര സ്പേസ് ഉള്ളതെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇതിൽ 2 AC വെൻസ് വരുന്നുണ്ട്. പിയാനോ ബ്ലാക്ക് ഫിനിഷ് വരുന്നുണ്ട്. ഇത് GT ട്രിം ടോപ്പ് ട്രിമാണ്. അത് എപ്പോഴും മനസ്സിൽ വെക്കണം ഞാൻ ഈ പോയിന്റ്സ് പറയുമ്പോൾ. കാരണം കുറച്ച് ഫീച്ചേഴ്സ് കൂടുതൽ വരാൻ കാരണം ഇത് ടോപ്പ് ലൈൻ GT ഡീസൽ വേരിയൻ്റ് ആണ്, അതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഇതിന് എന്താ പറയുക USB ചാർജിങ് ഓപ്ഷൻ വരുന്നുണ്ട് ഇവിടെ, എലോങ് വിത്ത് മൊബൈൽ ഹോൾഡർ. ഇതൊക്കെയാണ് കിയ സോണറ്റിൻ്റെ ബാക്ക് സീറ്റിൽ വരുന്ന കാര്യങ്ങൾ. സീറ്റ്സ് കംഫർട്ടബിൾ ആണ്, നല്ല കുഷനിങ് സീറ്റ്സ് ആണ്. അതുപോലെ തന്നെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഹെഡ് റെസ്റ്റും അവൈലബിൾ ആണ് കിയ സോണറ്റിൽ.
ഓക്കെ, സോ ഞാനിപ്പോൾ ടാറ്റ നെക്സോണിൻ്റെ റിയർ വ്യൂ സീറ്റ്സിലാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ സീറ്റ്സ് കുറച്ചുകൂടെ സോണറ്റിൻ്റെ സീറ്റ്സിനേക്കാളും കുറച്ച് കംഫർട്ടബിൾ എന്ന് പറയുന്നത് കാരണം സീറ്റിൻ്റെ കുഷൻ കൊണ്ടല്ല, പക്ഷേ ഇരിക്കുമ്പോൾ നമുക്ക് ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫീലാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ എനിക്കിതിൽ ലെഗ് റൂം കുറച്ച് കൂടുതലുണ്ട്. അതായത് ഫ്രണ്ട് സീറ്റ്സ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ ഒരു കോൺഫിഗറേഷനിൽ വെച്ചിരിക്കുകയാണ്. ഈ പ്ലാസ്റ്റിക്സ് ഒക്കെ ഉള്ളതുകൊണ്ട് കറക്റ്റ് വ്യൂ നിങ്ങൾക്ക് കിട്ടാതെ ആയിരിക്കും. ലെഗ് റൂം എനിക്ക് സോണറ്റിനേക്കാളും കുറച്ച് കൂടുതലുള്ള പോലെ തോന്നി. അതുപോലെ ലെഗ്സ് എനിക്കിങ്ങനെ നീട്ടി സ്ട്രെച്ച് ചെയ്ത് വെക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടെ വരുന്നുണ്ട് ടാറ്റ നെക്സോണിൽ. പക്ഷേ സോണറ്റിൽ അത്രത്തോളം ലെഗ് സ്പേസ് വരില്ല. എൻ്റെ സീറ്റ് കോൺഫിഗറേഷനിൽ ഫ്രണ്ട് സീറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ ലെഗ് റൂമിൻ്റെ കാര്യത്തിൽ ടാറ്റ നെക്സോണിലാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഹെഡ് റൂം നമുക്ക് കുറച്ച് കുറവാണ് വരുന്നത് കമ്പയർ ടു കിയ സോണറ്റുമായിട്ട്. കൂപ്പേ ലൈക്ക് ഡിസൈൻ ആയതുകൊണ്ടാണ് അങ്ങനെ. 2 ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. സോ കമ്പാരിറ്റീവ്ലി സോണറ്റിൻ്റെ റിയർ സീറ്റും നെക്സോണിൻ്റെ റിയർ സീറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഒരു പൊടിക്ക് എന്താ പറയുക, ലെഗ് റൂം കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നത് കാരണം ഒരു പൊടിക്ക് സ്പേഷ്യസ്നെസ്സിൽ ഫ്രണ്ട് റോലും അതുപോലെ തന്നെ ബാക്ക് റോലും നമുക്കൊരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. നെക്സോണിൻ്റെ വിഡ്ത്ത് കുറച്ച് കൂടുതലായത് കാരണം നമുക്ക് ബാക്കിൽ കംഫർട്ടബിളായിട്ട് 3 ആൾക്ക് ഇരിക്കാം, അല്ലെങ്കിൽ 3 പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകാം. പക്ഷേ സോണറ്റിൻ്റെ വിഡ്ത്ത് കമ്പാരിറ്റീവ് ടു നെക്സോൺ കുറച്ച് കുറവായത് കാരണം ബാക്ക് സീറ്റിൽ 2 ആൾക്ക് കംഫർട്ടബിളായിട്ട് ഇരിക്കാം. 3ാമത്തെ ആളെ ഇരുത്തുമ്പോൾ ചെറിയ രീതിക്ക് ഒരു ടൈറ്റ്നെസ് ഫീൽ ചെയ്യും. കോമ്പാക്ട് SUV സെഗ്മെന്റുകളിൽ 6 സ്പീഡ് ഓട്ടോമാറ്റിക് ഡീസൽ വേരിയന്റിൽ വരുന്ന ഒരേ ഒരു കോമ്പാക്ട് SUV ഉള്ളൂ, അതാണ് സോണറ്റ്. ആ വേരിയന്റാണ് നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കമ്പാരിസണിൽ. അതായത് നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന 1.5 VGT ഡീസൽ എന്ന് പറയുന്ന വേരിയന്റ് ആണ്. 115 PS മാക്സിമം പവറും 250 Nm ഓഫ് ടോർക്കോ വരുന്നത്. അതിൻ്റെ ആക്സലറേഷൻ വരുന്നത് 11.8 സെക്കൻഡ്സിലാണ് 100 കിലോമീറ്റർ എത്താനുള്ള ടൈം വരുന്നത്. ഫ്യൂൽ എഫിഷ്യൻസി 19 km/L വരുന്നുണ്ട്. ഇതിൽ തന്നെ 1.5 WGT എന്ന് പറഞ്ഞിട്ടൊരു വേരിയന്റ് വരുന്നുണ്ട്. അത് മാനുവൽ ഗിയർ ബോക്സാണ് വരുന്നത്, 6 സ്പീഡ് മാനുവൽ. അതിൽ 0 to 100 വരുന്നത് 12.3 സെക്കൻഡ്സും ബെസ്റ്റ് ഇൻ സെഗ്മെന്റ് ഫ്യൂൽ എഫിഷ്യൻസി വരുന്നുണ്ട് 24.1 km/L. അതായത് കോമ്പാക്ട് SUVയിൽ തന്നെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത്രയും ഫ്യൂൽ എഫിഷ്യൻസി വരുന്ന വേറൊരു കോമ്പാക്ട് SUV ഇല്ല. പക്ഷെ നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് 1.5 VGT ഡീസൽ 6 സ്പീഡ് ഓട്ടോമാറ്റിക് ആണ്. അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ പറഞ്ഞുതരാം. ഈ ഒരു വേരിയന്റിൽ നമുക്ക് ഗ്രിപ്പ് മോഡ്സ് അവൈലബിൾ ആണ്, ഡ്രൈവ് മോഡ്സും അവൈലബിൾ ആണ്. ഡ്രൈവ് മോഡ്സ് എന്ന് പറയുന്നത് നോർമൽ, ഈക്കോ, സ്പോർട്ട്. ഗ്രിപ്പ് മോഡ്സ് എന്ന് പറയുന്നത് മഡ്, സ്നോ ആൻഡ് സാൻഡ്. ഈ ഒരു എഞ്ചിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പയർഡ് ടു അതർ കോമ്പാക്ട് SUVs ഭയങ്കര റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. അതായത് വെന്യൂവിൽ വരുന്ന സെയിം എഞ്ചിൻ തന്നെയാണ്, പക്ഷെ ചെറിയ മോഡിഫിക്കേഷൻസ് ചെയ്തിട്ടുള്ളൊരു എഞ്ചിനാണ്. സോ ഭയങ്കര റിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഫീൽ വരുന്നുണ്ട് നമുക്ക് ഓടിക്കുമ്പോൾ തന്നെ. അതുപോലെ തന്നെ സൗണ്ട് ഇൻസുലേഷനൊക്കെ ഭയങ്കര പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് ക്യാബിനകത്ത്. അതുപോലെ തന്നെ ഈ ഒരു ട്രാൻസ്മിഷൻ എൻ്റെ ഭയങ്കര ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ട്രാൻസ്മിഷനാണ്. ശരിക്കും പറഞ്ഞാൽ ടെർബോ DCTയിൽ വരുന്ന 7 സ്പീഡ് DCTനേക്കാളും ഫേവറേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേഴ്സണലി ഞാൻ പറയും 6 സ്പീഡ് ഓട്ടോമാറ്റിക് ഡീസലാണെന്ന്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്കോ അല്ലെങ്കിൽ നോർമൽ മോഡിലിടുമ്പോൾ സോണറ്റിൻ്റെ ഭയങ്കര കംഫേർട്ടബിളായിട്ട് ഭയങ്കര കാമായിട്ടുള്ളൊരു എന്താ പറയുക ഗിയർ ബോക്സും ഗിയർ ഷിഫ്റ്റ്സും ഒക്കെ അങ്ങനെയാണ് വരുന്നത്. പക്ഷേ സ്പോർട്ട് മോഡിലിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര റാപ്പിഡ് ആയിട്ടുള്ളൊരു റെസ്പോൺസീവ് ആയിട്ടുള്ളൊരു ഗിയർ ബോക്സ് ആണ് വരുന്നത് സോണറ്റിൽ. അത് 6 സ്പീഡ് ഓട്ടോമാറ്റിക്. അതിൽ തന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും പെർഫോമൻസ് ഉണ്ടെങ്കിൽ പോലും മൈലേജിൽ നോർമൽ ഒരു ഈക്കോ മോഡിലോ അല്ലെങ്കിൽ നോർമൽ മോഡിലോ ഇട്ട് കഴിഞ്ഞാൽ ഡീസൻ്റ് ആയിട്ടുള്ളൊരു മൈലേജ് കിട്ടും. മൈലേജിൽ ഷോർട്ടേജ് വരില്ല. ടെർബോ DCTയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്ര നോർമലായി ഓടിച്ചാലും കമ്പനി പറയുന്ന മൈലേജ് നമുക്ക് കിട്ടില്ല. അങ്ങനെയുള്ളൊരു വലിയ പ്രോബ്ലം വരുന്നുണ്ട്. അത് പേഴ്സണലി അറിയുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. പക്ഷേ ഈ ഒരു 1.5 VGT ഡീസൽ ഓടിച്ചു കഴിഞ്ഞാൽ 6 സ്പീഡ് ഓട്ടോമാറ്റിക് ഡീസൻ്റ് ആയിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ നല്ല രീതിക്കുള്ള മൈലേജ് കിട്ടും എന്ന് നമ്മളുടെ ഒരു ഫസ്റ്റ് ഡ്രൈവ് റിവ്യൂവിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റി. അതുപോലെ തന്നെ 1 ലിറ്റർ ടെർബോ GDIൻ്റെ പ്രൈസും ഇതിൻ്റെ പ്രൈസും വലിയ വ്യത്യാസമില്ലാത്ത രീതിക്ക് ഇതാണ് എൻ്റെ ശരിക്കും പറഞ്ഞാൽ സോണറ്റിൻ്റെ ലൈനപ്പിൽ തന്നെ ഈ ഒരു വേരിയൻ്റാണ് എൻ്റെ ഭയങ്കര ഒരു ഫേവറേറ്റ്. ഇനി നമ്മളുടെ നെക്സോണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ളൊരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇതിൽ നമുക്ക് വെഹിക്കിൾ ക്യാബിനിൽ ഇരിക്കുമ്പോൾ തന്നെ ഭയങ്കര റിഫൈൻഡ് ആയിട്ടുള്ളൊരു ഫീല് വരുന്നുണ്ട് എഞ്ചിൻ്റെ ഒരു കാര്യത്തിൽ. അതുപോലെ തന്നെ കുറച്ചുകൂടെ പ്ലഷ് ആയിട്ടുള്ളൊരു റൈഡാണ്. ശരിക്കും ഒരു കാർ ഓടിക്കുന്ന ഒരു ഫീലാണ് വരുന്നത്. ഒരു കോമ്പാക്ട് SUV എന്ന് പറയുന്നതിനേക്കാളും ഒരു കാർ ഓടിക്കുന്ന പോലെ ഭയങ്കര ഒരു സോഫ്റ്റ് ആയിട്ട്
ആയിട്ടുള്ളൊരു സസ്പെൻഷനും ഒരു പ്ലഷ് റൈഡാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ സോണറ്റ് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നെക്സോണിൽ വരുന്നത്ര ബോഡി റോൾ ഇതിൽ വരുന്നില്ല എന്നുള്ളൊരു കാര്യം പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് വെഹിക്കിൾ ഓടിക്കുമ്പോൾ ഭയങ്കര ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവർ റിയർ വ്യൂ മോണിറ്റർ വരുന്നുണ്ട് സോണറ്റിൻ്റെ ടോപ്പ് വേരിയൻറ്റിൽ. സോ അത് നമുക്ക് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ റിവേഴ്സിൽ നമുക്ക് ബാക്ക് സൈഡിൽ വരുന്ന വെഹിക്കിൾ നമുക്ക് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റും. സിറ്റി ട്രാഫിക്കിൽ ഭയങ്കര ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സിറ്റിയിൽ നമ്മൾ വെറുതെ നിൽക്കുകയാണെങ്കിൽ പോലും പുറകിൽ ആരെങ്കിലും വന്ന് തട്ടുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ ആലോചിക്കുമ്പോൾ അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ സോണറ്റിൻ്റെ ഫ്രണ്ടിൽ പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. ഇതൊക്കെ ഡ്രൈവബിലിറ്റി എൻഹാൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഭയങ്കര കോമ്പാക്ട് ഡയമെൻഷൻസ് ആണെങ്കിൽ പോലും ഇല്ലാത്ത ഫീച്ചേഴ്സ് ഇല്ല സോണറ്റിൽ. നെക്സോണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതാണ്, നെക്സോൺ കുറച്ച് എന്താ പറയുക, നെക്സോൺ ഡ്രൈവിംഗ് ഇംപ്രഷൻസ് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ അതിന് മുമ്പായിട്ട് സോണറ്റ് കൂടുതലും ഒരു കോമ്പാക്ട് SUV എന്നതിനേക്കാൾ ഒരു കാറിൽ പോകുന്ന അത്രയും നമുക്കൊരു സുഖം വരുന്നുണ്ട്. ഭയങ്കര പ്ലഷ് റൈഡാണ്, ഭയങ്കര റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. അതുപോലെ തന്നെ 6 സ്പീഡ് ഓട്ടോമാറ്റിക് ഈ ഡീസൽ വേരിയൻറ്റിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ്മിഷനാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ എന്ന് ഞാൻ പറയും. നെക്സോൺ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു പ്രോപ്പർ SUV ഓടിക്കുന്ന ഒരു ഫീല് കിട്ടും. അത് തന്നെയാണ് വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. കാരണം ഇതിൽ വരുന്നത് വലിയൊരു ടോൾ ഗിയർ ലിവറാണ്. വലിയൊരു നീളമുള്ള ഒരു ഗിയർ ലിവർ ഉള്ള വെഹിക്കിൾസ് ഓടിക്കുമ്പോൾ നമുക്കൊരു വലിയ SUV ഓടിക്കുന്ന ഒരു ഫീൽ തന്നെ കിട്ടുക. കാരണം ഓരോ തവണ ഗിയർ നമ്മളിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെയൊക്കെ മാറ്റുമ്പോൾ നമുക്കൊരു SUV ഓടിക്കുന്ന ഒരു ഫീല് കിട്ടും. അത് നെക്സോൺ വെന്യൂ അല്ലെങ്കിൽ കിയ സോണറ്റിൽ ആ ഒരു ഫീല് വരുന്നില്ല എന്ന് തന്നെ പറയണം. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനുവൽസ് നമുക്ക് കമ്പയർ ചെയ്യാം. മാനുവൽ വേരിയൻറ്റ് കിയ സോണറ്റിന് 110 PS പവർ തന്നെയാണ് വരുന്നത്. അതേ 110 PS പവർ തന്നെയാണ് ടാറ്റ നെക്സോണിലും വരുന്നത്. പക്ഷേ ടോർക്ക് ഫിഗർ നോക്കിക്കഴിഞ്ഞു എന്ന് വെച്ചാൽ മാനുവൽ സോണറ്റിൽ വരുന്നത് 240 Nm ഓഫ് ടോർക്കും നെക്സോണിൽ വരുന്നത് 250 Nm ഓഫ് ടോർക്കുമാണ്. 260 Nm ഓഫ് ടോർക്കുമാണ്. അത് തന്നെ ഓട്ടോമാറ്റിക് വേരിയൻറ്റിലോട്ട് പോകുമ്പോൾ 250 Nm ഓഫ് ടോർക്കും വരും. ചെറിയ രീതിക്ക് പവർ ആൻഡ് ടോർക്ക് ഫിഗേഴ്സ് ഡിഫറെൻ്റ് ആണ് സോണറ്റിൻ്റെ മാനുവലിലും സോണറ്റിൻ്റെ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിലും. അതുപോലെ തന്നെ ഒരു റോ പവർ കിട്ടുന്നുണ്ട് ഇത് ഓടിക്കുമ്പോൾ. ആ ഒരു ഫീല് നമുക്ക് വരുന്നുണ്ട്. കാരണം സോണറ്റ് ഓടിക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു കമ്പോസ്ഡ് ആണ്, കുറച്ചുകൂടെ ഒരു കാം ആയിട്ടുള്ള ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കാർ ഓടിക്കുന്ന ഒരു ഫീലാണ് വരുന്നത്. പക്ഷേ അതേ സമയത്ത് ഒരു പ്രോപ്പർ SUV ഓടിക്കുന്ന ഒരു ഫീല് വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സോൺ തന്നെ ഓടിക്കണം. അതും ഇത് സ്പോർട്ട് മോഡിൽ ഇടുമ്പോൾ ഇതിൻ്റെ ഒരു ഡ്രൈവിംഗ് ഫീൽ, എസ്പെഷ്യലി ഇതിൻ്റെ 4th ഗിയറിൽ തന്നെ 40 കിലോമീറ്ററിന് നമുക്ക് ഓൾമോസ്റ്റ് നമ്മളൊന്ന് ത്രോട്ടിൽ ചെയ്തു എന്ന് വെച്ചാൽ ഇതിൻ്റെ ടോർക്ക് നമ്മളെയും കൊണ്ട് അങ്ങനെ പോയിക്കോളും. ഇതിൻ്റെ ടോർക്കും പവറും ഭയങ്കര കമാൻഡബിൾ ആണെന്ന് തന്നെ പറയണം. ഇതിൻ്റെ ടോർക്കും പവറും നമ്മളെയും കൊണ്ട് ഇങ്ങനെ പോയിക്കോളും. കാരണം ഇത് ഓൾ ദ വേ അപ് ടു 120-100 km/h ആ ഒരു റേഞ്ച് വരെ 4th ഗിയറിൽ തന്നെ നമുക്ക് പോകാൻ പറ്റും. സോ ഒരൊറ്റ ഗിയറിൽ ഇത്രയും വേരിയേഷൻസ് വരുന്നുണ്ട്. സോ അങ്ങനെയുള്ളൊരു ഇതെന്ന് പറയുമ്പോൾ പെർഫോമൻസും ഉണ്ട്, അതേ സമയത്ത് ഫ്യൂൽ എഫിഷ്യൻസിയും ഉണ്ട് ഈ രണ്ട് കാറുകൾക്കും കമ്പയർ ചെയ്യുമ്പോൾ. അതിൽ എസ്പെഷ്യലി നെക്സോണിന് എനിക്ക് കുറച്ചുകൂടെ ഒരു റോ ഡ്രൈവിംഗ് ഫീൽ കിട്ടുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ നമ്മൾ ഈ 3 കാസും കമ്പയർ ചെയ്തു. നമുക്ക് തൽക്കാലം ഹ്യുണ്ടായി വെന്യൂനെ മാറ്റി നിർത്താം. ഈ 2 കാസുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ടാറ്റ നെക്സോൺ എന്ന് പറയുന്നത് ഭയങ്കര കോൺഫിഡൻസ് ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു വെഹിക്കിളാണ്. കാരണം നെക്സോണിൻ്റെ ബിൽഡ് ക്വാളിറ്റി, അതുപോലെ തന്നെ അതിലുള്ളിലിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് വരുന്നുണ്ട് ഡ്രൈവ് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും. അടിപൊളി ഡീസൽ എഞ്ചിനാണ് നെക്സോണിൽ വരുന്നത്. അതേപോലെ ഈക്വലി അടിപൊളിയായിട്ടുള്ളൊരു എഞ്ചിനാണ് 1.5 ലിറ്റർ കിയ സോണറ്റിലും വരുന്നത്, ഡീസൽ എഞ്ചിൻ. അതിൻ്റെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനോട് കൂടിയിട്ട് നമുക്ക് രണ്ടിലും ഡ്രൈവ് മോഡ്സ് അവൈലബിൾ ആണ്. സ്പോർട്ട് മോഡിലിട്ട് ഓടിക്കുമ്പോൾ ഒരു എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് തന്നെയാണ് വരുന്നത് കിയ സോണറ്റിലും. സോ കമ്പാരിറ്റീവ്ലി ഈ ഒരു കമ്പാരിസൻ്റെ ഒരു വേർഡിക്റ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സോണിൽ വരുന്നത് ഒരു റോ ഡ്രൈവിംഗ് ഫീലാണ്. ഒരു പ്രോപ്പർ SUV ഓടിക്കുന്നൊരു ഫീല് വേണം, ഒരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു റോബസ്റ്റ് ബിൽഡ് ക്വാളിറ്റിയുള്ളൊരു SUV വേണമെന്നുണ്ടെങ്കിൽ നെക്സോണാണ് ഒരു ബെസ്റ്റ് ചോയ്സ് എന്ന് ഞാൻ പറയും. അതേസമയത്ത് സോണറ്റിൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പ്ലഷ് ആയിട്ടുള്ളൊരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു SUV വേണം. അതിൽ 4 പേർക്ക് ഇരിക്കാം, പുറകിലത്തെ ലെഗ് റൂം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇഷ്ടം പോലെ അടിപൊളിയായിട്ടുള്ളൊരു ഫീച്ചേഴ്സ് വരുന്നൊരു SUV ആണ് നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ സോണറ്റ് തന്നെയാണ് ബെസ്റ്റ് ചോയ്സ്. കാരണം പുതിയ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഡിസൈനും അടിപൊളി ഫീച്ചേഴ്സൊക്കെ ആയിട്ട് വരുന്ന ഒരു SUV ആണ് സോണറ്റ്. ഇതാണ് ഓവറോൾ നമ്മളുടെ ഒരു കമ്പാരിസൻ്റെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് പറയുന്നത്.
താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജസ് കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ.